ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന മിസ്റ്റർ ബി വരാൻ പോകുന്ന ഭാഗമായിട്ട് കാണാൻ പോണത്. ബി എന്ന് വെച്ചാൽ ബബ്ലി എന്നാണ്, ആ കുട്ടിയുടെ ശരിക്കുള്ള പേര് ലക്ഷ്മി എന്നാണ്. അപ്പൊ നമ്മുടെ ആകാശാണ് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ രാവിലെ തന്നെ മനോരമയും അതുപോലെ തന്നെ നമ്മുടെ മോഹനങ്ങളും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് പ്രീതിയാണ് ഇവർക്ക് ഫുഡ് വിളമ്പി കൊടുക്കുന്നത് കേട്ടോ. പ്രീതി മുമ്പിലിരിക്കുമ്പോ തന്നെ നമ്മുടെ മോഹനങ്ങൾ ചോദിക്കുന്നുണ്ട്, അല്ല ആകാശ് എവിടെ പോയി എന്ന് ചോദിക്കുമ്പോ പ്രീതി പറയുന്നുണ്ട്, അറിയില്ല, രാവിലെ തന്നെ ആരോ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോയിരിക്കുകയാണെന്ന് പറയാണ്. അപ്പൊ മനോരമ പറയുന്നുണ്ട്, ആ അതെ അതെ, അവൻ മിസ്റ്റർ ബീനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോയതാണെന്ന് പറയാണ്. മിസ്റ്റർ ബി വരുന്നുണ്ടോ? പിന്നെ ഞാൻ മോഹനോട് പറഞ്ഞില്ലേ ഇന്ന് വരുമെന്ന്. ഓ ശരിയാ ശരിയാ, മറന്നുപോയി. ആ ഇനിയപ്പോ ആകാശിനെ പിടിച്ചാ കിട്ടില്ല എന്ന് മോഹനങ്ങൾ പറയുമ്പോഴേക്കും, അതെ അതെ, ഇനിയിപ്പ പ്രീതി ഔട്ടാ, ഇനി എപ്പോഴും ആകാശിന്റെ കൂടെ ബി ഉണ്ടാകും എന്ന് പറയുമ്പോ പ്രീതിയുടെ മുഖം ആകെ മാറുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ മോഹനങ്ങൾ പറയുന്നുണ്ട്, എന്റെ മനോരമേ, നിനക്ക് ഈ കുശുമ്പും കുഞ്ഞായ്മയൊന്നും പറയാണ്ട് ഇരിക്കാൻ പറ്റാതില്ലേ എന്ന് ചോദിക്കുകയാണ്. ഞാനുള്ള കാര്യം പറഞ്ഞതേ ഉള്ളൂ. മിസ്റ്റർ ബി അവന്റെ കൂടെ തന്നെ ആയിരിക്കുമല്ലോ, ഇരിപ്പും കിടപ്പും നടപ്പും ഭക്ഷണം കഴിക്കലും എല്ലാം. അവനില്ലെങ്കിൽ പറ്റില്ലെന്നാ. ഇപ്പൊ അശ്വിൻ ഇവിടെ ഉണ്ട്, പക്ഷെ അശ്വിനോട് വലിയ താല്പര്യമൊന്നുമില്ല. മോനോടാ ഭയങ്കര താല്പര്യം. എന്ത് ചെയ്യാനാ, അവള് ചെറുപ്പം തൊട്ടേ അവന്റെ കൈവെള്ളയിലായിരുന്നില്ലേ എന്നൊക്കെ പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും പ്രീതിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ടൊരു ജലസ്, ഇങ്ങനെ ഒരു പൊസസീവ്നെസ്, ആ ഒരു കുശുമ്പൊക്കെ നമ്മുടെ പ്രീതിക്കും വരുന്നുണ്ട്. മനോരമ പറയണ്ട, അത് മാത്രമല്ല, അവളുടെ അത്ര സൗന്ദര്യം വേറെ ആർക്കും ഇല്ലല്ലോ, എന്തൊരു ഭംഗിയാ അവൾക്ക് എന്നിങ്ങനെ പറയാണ്. കാണുമ്പോ തന്നെ എടുത്ത് കൊഞ്ചിക്കാൻ അങ്ങോട്ട് തോന്നും. അവളുടെ കവിളൊക്കെ കണ്ടിട്ടുണ്ടോ, പിടിച്ചു വലിക്കാൻ തോന്നും. അതുകൊണ്ട് അവൾക്ക് ബബ്ലി എന്ന് പേരിട്ടത്. ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ പ്രീതിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറണം. പ്രീതിക്ക് അങ്ങനെ ദേഷ്യം വരാൻ വേണ്ടി തന്നെയായിട്ട് മനോരമ അങ്ങനെയൊക്കെ പറഞ്ഞത്. ശേഷമാണെന്നുണ്ടെങ്കിൽ വാതിൽ ആരോ മുട്ടുന്ന ഒച്ച കേൾക്കുവാണ്. അപ്പൊ അവിടെ മുത്തശ്ശിയും അഞ്ജലിയും എല്ലാവരും വരുന്നുണ്ട്. ദേ വന്നെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചോണ്ട് പോകണം. ആ സമയത്ത് പ്രീതിയും അതുപോലെ തന്നെ ശ്രുതിയും മാത്രം അവിടെ ഇരിക്കും കേട്ടോ. ബാക്കി എല്ലാവരും ഡോറിന്റെ അടുത്തേക്ക് പോകുവാണ്. ഡോറിന്റെ അടുത്തേക്ക് പോയിട്ട് നമ്മൾ വാതിൽ തുറക്കുമ്പോഴേക്കും നമ്മുടെ ആകാശായിട്ട് മുമ്പിൽ ഇരിക്കണം. ഹലോ എന്ന് പറയാണ്. അതെ മിസ്റ്റർ ബി വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോഴേക്കും അതൊരു കുഞ്ഞിക്കുട്ടിയായിട്ട്, 10 വയസ്സുള്ള ഒരു കുഞ്ഞിക്കുട്ടിയാണ്. ആ കുട്ടി ഇങ്ങനെ വരികയാണ്. ഹായ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ശ്രുതിനെയും അതുപോലെ തന്നെ പ്രീതിനെയും പരിചയപ്പെടുത്തി കൊടുക്കാണ് ആകാശ്. മിസ്റ്റർ ബി, ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇവിടെ വരുമ്പോ ഒരു സർപ്രൈസ് ഉണ്ടത്. അതെ, ഇവ രണ്ടുപേരാണ് സർപ്രൈസ്. ഓ അപ്പോ അശ്വിന്റെ കല്യാണം കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോ, അശ്വിന്റെ കല്യാണം കഴിഞ്ഞു, ഏട്ടന്റെ ഭാര്യയാണിത്, ശ്രുതി കുമാരി ലക്ഷ്മി. ഓ ഇത് പ്രീതി അല്ലെ, മിസ്റ്റർ എയുടെ ഭാര്യ. അതെ എന്ന് പറയാണ്. ആഹാ, നീയാണോ മിസ്റ്റർ ബി? അയ്യോ, തീരെ തക്കുടു കുട്ടിയാണല്ലോ എന്ന് ശ്രുതി പറയുമ്പോ, വേണ്ട എന്നെ തൊടണ്ട എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി അവിടെ നിന്ന് പോകുകയാണ്. ശേഷം ആ മഞ്ഞ റോസ പൂക്കൾ നമ്മുടെ ശ്രുതി ആ കുട്ടിക്ക് കൊടുക്കുകയാണ്. താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. എല്ലാവരും അതിന്റെ പുറകിലേക്ക് ഇങ്ങനെ പോകുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ പ്രീതിയെടുത്ത ശ്രുതി പറയണ്ട്, ചേച്ചിയുടെ ശ്വാസം എപ്പോഴാണ് നേരെ വീണത്, ഒന്ന് പോടി അവിടുന്ന് എന്ന് പറയാണ്. ശേഷം നമ്മുടെ പ്രീതി ആകാശിനും അതുപോലെ തന്നെ ബബ്ലി എന്ന് പറഞ്ഞ ആ കുട്ടിക്കും കുറച്ച് ഫുഡൊക്കെ കൊണ്ടുവരികയാണ്. അപ്പൊ പാസ്തയാട്ടോ കൊണ്ടുവന്നത്. അപ്പൊ കൊടുക്കുമ്പോഴേക്കും ആ കുട്ടി പറയുന്നുണ്ട്, അയ്യേ ഇതെന്താ ഇത് കൊണ്ടുവന്നേക്കണം, ഞാൻ നൂഡിൽസ് മതി പറഞ്ഞില്ലേ, എനിക്കും മിസ്റ്റർ എക്കും എന്ന് പറഞ്ഞ നൂഡിൽസാ കഴിക്കേണ്ടത്, ഇതെന്താ കൊണ്ടുവന്നിരിക്കണേന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ പ്രീതി പറയണ്ട്, ഇപ്പൊ ഇത് കഴിക്കും, കുറച്ച് കഴിയുമ്പോൾ ഞാൻ നൂഡിൽസ് ഉണ്ടാക്കി തരാന്ന് പറയാണ്. മിസ്റ്റർ ബി ഇത് കഴിക്കേ എന്ന് പറയാണ്. മിസ്റ്റർ എ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രീതി ഇങ്ങനെ സംസാരിക്കുകയാണ്. ആ സമയത്ത് ആ കുട്ടി, ശരി ഞാൻ കഴിക്കാം, കൈയൊക്കെ ഒന്ന് കഴുകിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി അവിടെ നിന്ന് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ സമയത്ത് ആകാശം വിളിക്കുന്നുണ്ട്. അതെ മിസ്റ്ററെ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. എന്താ മോളെ എന്ന് ചോദിക്കുമ്പോ എന്തൊക്കെയോ കുഷു 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 എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മളെ കേൾപ്പിക്കുന്നൊന്നുമില്ല. അതിനുശേഷം ആ കുട്ടി പോകുകയാണ്. പ്രീതി ചോദിക്കണ്ടേ, എന്താ അവള് പറഞ്ഞത്? അതോ അവള് പറയാ എന്നെ മിസ്റ്റർ ഏന്ന് അവളല്ലാണ്ട് വേറെ ആരും വിളിക്കേണ്ടാന്ന്. ഓ അപ്പൊ ഞാൻ വിളിച്ചത് പുള്ളിക്കാരത്തേക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അല്ലേ? അതെ, നീ അവളുകൾക്ക് അങ്ങനെ വിളിക്കണ്ട കേട്ടോ, അവൾക്ക് കുറച്ച് ദേഷ്യം വരും. റൂമിൽ ഞാൻ ഒറ്റയ്ക്കുള്ള സമയത്ത് വിളിച്ചാൽ മതി. ആ കുട്ടിക്ക് നിങ്ങൾക്ക് ഭയങ്കര സ്നേഹമാണല്ലോ, പിന്നല്ലാതെ അവൾക്ക് ഞാൻ വെച്ചാൽ ജീവനാണ്, എനിക്കും അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് പ്രീതിനെ കെട്ടിപ്പിടിക്കാട്ടോ നമ്മുടെ ആകാശ്. അതിനുശേഷം കാണിക്കുന്നത് ശ്രുതി. ഇനിയാണ് ശ്രുതി അശ്വിന്റെ ഓഫീസിലേക്ക് പോയിരിക്കട്ടോ. അശ്വിനെ ഫുഡൊക്കെ ആയിട്ടാണ് പോയിരിക്കണം. അശ്വിന് ഭയങ്കര ഭയങ്കര ഇമ്പോർട്ടന്റ് മീറ്റിംഗിലായിക്കോട്ടെ. ആ സമയത്ത് കുറച്ച് ക്ലയൻസ് ഒക്കെ വന്നിട്ടുണ്ടാവും. അവരിങ്ങനെ പ്രൊജക്ടറൊക്കെ വെച്ചിട്ട് ഓരോരോ സംഭവങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത്. ദേ എല്ലാം ഓഫ് ചെയ്യും, ഇതിന്റെ സ്വിച്ച് എവിടെയാന്ന് പറഞ്ഞിട്ട് അത് ആ മോണിറ്ററൊക്കെ ഓഫ് ചെയ്യാണ്. എന്നിട്ട് പറയട്ടെ, എല്ലാവർക്കും ഭക്ഷണം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, എല്ലാവരും കൈ കഴിയിട്ട് വാ, ഭക്ഷണം കഴിക്കാം എന്ന് പറയുമ്പോ അശ്വിൻ പറയണ്ട്, ശ്രുതി നീ എന്തൊക്കെയാ കാണിക്കണത്, നിങ്ങൾ കണ്ടില്ലേ ഭക്ഷണം കഴിക്കണം, ഇപ്പൊ തന്നെ സമയം ഒത്തിരിയായി, സമയത്ത് ഭക്ഷണം കഴിക്കണം, എല്ലാവർക്കുള്ള ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ ശ്രുതി പറയണം. അതിലത്തെ അശ്വിൻ ശ്രുതിനെയും വിളിച്ചോണ്ട് അപ്പുറത്തേക്ക് പോയിട്ട് പറയുന്നുണ്ട്, ശ്രുതി നോക്ക്, നിന്റെ വേഷം കിട്ടുന്നു എന്റെ ഓഫീസിൽ വേണ്ട, മര്യാദക്ക് ഭക്ഷണം എടുത്തിട്ട് പോവാൻ നോക്ക് എന്ന് പറയാണ്. ശരി ശരി ഞാൻ പോകാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് പോകുക കേട്ടോ. ശേഷം ശ്രുതി മനസ്സിൽ വിചാരിക്കണം, എനപ്പ എന്റെ സ്നേഹം ഇറിറ്റേഷൻ ആയി തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് ചിരിച്ചോണ്ട് പോവാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ശ്രുതിനെ, ഓൾറെഡി ഞാൻ പറഞ്ഞ ഭാഗമാണല്ലോ, ശ്രുതിനെ ഇങ്ങനെ അശ്വിനെയും കാത്തിരുന്ന് നിൽക്കുന്ന സമയത്ത് ഫുഡൊക്കെ കഴിച്ചു കഴിയുമ്പോഴേക്കും അശ്വിൻ ശ്രുതി വിശന്നിരുന്നിട്ട് ഷുഗർ
കുറഞ്ഞിട്ട് തലകറങ്ങി വീഴുമ്പോഴേക്കും മധുരമൊക്കെ കൊടുത്തിട്ടാണ് അശ്വിനെ ശരിയാക്കുന്നത്. അത് ഓൾറെഡി ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിന് താഴെയുള്ള 8 മിനിറ്റിന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടോ. അപ്പൊ അതിന് ശേഷമുള്ള കാര്യമാണ് പറയണത്. അങ്ങനെ അശ്വിൻ ആ ഒരു ഹാങ് ഓവർ ഒക്കെ കഴിഞ്ഞിട്ട് കിടക്കുമായിരിക്കും കേട്ടോ. അപ്പൊ ശ്രുതി അശ്വിന്റെ കൂടെ തന്നെ ഇരിക്കുകയാണ്. അശ്വിന് ഭയങ്കര ക്ഷീണമുണ്ട് കേട്ടോ. അപ്പൊ അശ്വിൻ പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോവാണ്. ശ്രുതി ആണെങ്കിൽ അശ്വിന് പെട്ടെന്ന് വല്ല വയ്യായികം വന്നാലോ ഒരു ടെൻഷൻ കാരണം ശ്രുതി ഉറങ്ങാതെ അശ്വിനെ കാവലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ രാത്രി മുഴുവൻ ശ്രുതി അശ്വിനെ കാവലായിട്ട് ഇങ്ങനെ നടക്കുവാണ്. ശേഷം രാത്രി ആകുമ്പോഴേക്കും അശ്വിൻ പെട്ടെന്നൊന്ന് എഴുന്നേക്കുന്നുണ്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. എഴുന്നേക്കാകുമ്പോഴേക്കും ശ്രുതി ഓടി വരണം. അയ്യോ എഴുന്നേക്കൽ ഞാൻ വെള്ളം തരാം എന്ന് പറയാണ്. വേണ്ട, നിന്റെ സഹായം ഒന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് അശ്വിൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുമ്പോഴേക്കും ആ വെള്ളം തലയിലേക്ക് കയറുവാട്ടോ. നെറുകിൽ കയറുമ്പോഴേക്കും ഞാൻ പറഞ്ഞില്ലേ ഞാൻ വെള്ളം എടുത്ത് തരാന്ന് എന്ന് പറഞ്ഞിട്ട് അശ്വിന്റെ തല കുറച്ചിങ്ങനെ പൊക്കി വെക്കാണ് ശ്രുതി, ആ ഒരു തലയിൽ വെള്ളം കയറി ഇറങ്ങി പോകാനായിട്ട്. അപ്പൊ തല ഇങ്ങനെ പൊക്കുമ്പോഴേക്കും ശ്രുതിയും അശ്വിനും പരസ്പരം മുഖത്തോട് ഇങ്ങനെ മുഖം നോക്കിയിരിക്കുക കേട്ടോ. കുറച്ചു നേരം മുഖത്തോട് മുഖം നോക്കിയിരിക്കേണ്ട ശേഷം അശ്വിനെ പതുക്കെ ബെഡിലേക്ക് കിടത്താണ് ശ്രുതി. ശേഷം അവിടെ ഉണ്ടായിരുന്ന ആ ഒരു സോഫയിൽ ശ്രുതി ഇരിക്കുന്നുണ്ട്. രാത്രി മുഴുവൻ ശ്രുതി അവിടെ തന്നെ ഇരുന്ന് അശ്വിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. രാവിലെ ആകുമ്പോഴേക്കും അശ്വിൻ പതുക്കെ ഇങ്ങനെ കണ്ണ് തുറക്കുവാണ്. കണ്ണ് തുറക്കുന്ന അശ്വിൻ ഞെട്ടിപ്പോവാണ്. തന്റെ തലയുടെ മുകളിൽ തന്നെ ശ്രുതി വന്നിരിക്കുകയാണ്. അതും കണ്ണും ഇങ്ങനെ നിവർത്തി വെച്ചിരിക്കുകയാണ്. അശ്വിൻ സാർ ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. ഷേ നീ എന്താ കാണിക്കണത്? നീ എന്ത് ഫുള്ള് ഇവിടെ തന്നെയാണ് ഇരുന്നത്? അതെ, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലോ രാത്രി എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാലോ എന്ന് വെച്ചിട്ട് നിങ്ങളുടെ തന്നെയായിരുന്നത്. ഓ ഇതെന്തൊരു കഷ്ടമാണ് എന്ന് പറഞ്ഞത് അശ്വിൻ അവിടെ നിന്ന് ചാടി എഴുന്നേക്കാണ്. പെട്ടെന്ന് അവിടെ തീറ്റി വീഴുവാട്ടോ അശ്വിൻ. ആ സമയത്ത് ശ്രുതി അയ്യോ അശ്വിൻ സർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ചെഴുന്നേപ്പിക്കുന്നുണ്ട്. അശ്വിൻ നോക്കുമ്പോഴേക്കും അവിടെ എണ്ണ കിടക്കുവാട്ടോ. ഇതാരാ ഈ റൂമിൽ എണ്ണ കൊണ്ട് ഒഴിച്ചത് എന്ന് അശ്വിൻ ചോദിക്കുമ്പോ അത് സർ ഇന്നലെ രാത്രി സാറിന്റെ തലയിൽ ഞാൻ കുറച്ച് എണ്ണ തേച്ചായിരുന്നു. ഓ എന്തൊരു പരീക്ഷണോ ഇത്, എന്തൊരു കഷ്ടമായത് എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിൻ അവിടെ നിന്ന് പോവുകയാണ്. ശ്രുതിയും തൊട്ട് പിന്നാലെ തന്നെ അശ്വിന്റെ പോകുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രീതിയും അഞ്ജലിയും ശ്രുതിയും കൂടിയിട്ട് അടുക്കളയിലേക്ക് കയറുവാണ്. അടുക്കളയിലേക്ക് കയറി കഴിയുമ്പോഴേക്കും അഞ്ജലി പറയുന്നുണ്ട്, ഹാവു സമോദനെ കുഞ്ഞിന്റെ അസുഖം പെട്ടെന്ന് മാറിയല്ലോ, എനിക്ക് ആകെ ടെൻഷനായിരുന്നു. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കെ തന്നെ പെട്ടെന്ന് ഒരു കൂർക്കം വലിക്കുന്ന ഒച്ച കേൾക്കുവാട്ടോ. പ്രീതി പറയുന്നുണ്ട്, ചേച്ചി ഒരു കൂർക്കം വലിക്കുന്ന ഒച്ച കേൾക്കുന്നുണ്ടല്ലോ. ആരാ ചേച്ചി ഈ രാവിലെ തന്നെ ഇങ്ങനെ കൂർക്കം വലിക്കണത് എന്ന് പറഞ്ഞിട്ട് അവര് പുറകിലേക്ക് നോക്കുമ്പോ ഞെട്ടിപ്പോവാട്ടോ. ശ്രുതി അവരുടെ നിന്ന നിപ്പിൽ കിടന്ന് ഉറക്കം തൂങ്ങി ഇങ്ങനെ കൂർക്കം വലിക്കുകയാണ്. ആ സമയത്ത് അഞ്ജലി വിളിക്കുന്നുണ്ട്, ശ്രുതി എന്തു പറ്റി ശ്രുതി? ചേച്ചി അത് ഇന്നലെ രാത്രി നീ ഒട്ടും ഉറങ്ങിയില്ലേ? കുഞ്ഞിനെ പരിചരിച്ച് അവന്റെ അടുത്തിന് ഇരുന്ന് കാണുമല്ലേ എന്ന് പറയാണ്. അഞ്ജലിക്ക് ഭയങ്കര സന്തോഷമാവാണ്. അഞ്ജലി പറയണ്ടത് നീ ഇത്രമാത്രം കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയാണ്. എന്നിട്ട് പറയണ്ട നീ പോയി കിടന്നുറങ്ങിക്കോ, ഇന്നലെ രാത്രി ഒട്ടും ഉറങ്ങിയിട്ടില്ലല്ലോ, നീ പോയി റെസ്റ്റ് ചെയ്തോ എന്നൊക്കെ പറയാട്ടോ. അങ്ങനെ ആ ശ്രുതി അവിടെ നിന്ന് പോകാണ്. നല്ല മനോഹരമായിട്ടുള്ള ഭാഗമാണ്. പിന്നെ ആ പൊട്ട് വെക്കണ ഭാഗം പറയാൻ വിട്ടുപോയി, അത് അടുത്ത ഭാഗത്തെ പറയട്ടെ. അത് വലിയ ഭാഗമൊന്നും അല്ല, ജസ്റ്റ് ഇങ്ങനെ പൊട്ട് വെച്ച് കൊടുക്കണം, അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.